കംഫർട്ടിന്റെ ഒരു സ്പോൺസർഡ് ടാസ്ക് ബിഗ് ബോസ് അവിടെയുള്ളവർക്ക് നൽകി. അതിൽ വിജയിച്ച ടീമിന് അവർക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരാളെ സെലക്ട് ചെയ്ത് കിരീടം ചൂടാനായിട്ടുള്ള ഒരു അവസരം കൊടുത്തു. അവിടെ ജിൻഡോ കിരീടം ചൂടിയത് അവിടെ അപ്സരയ്ക്കാണ്. അവിടെ കംഫർട്ട് ആയിട്ടുള്ളതും ഫ്രാഗ്രൻസ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് അപ്സരയാണെന്നാണ് ജിൻഡോ പറഞ്ഞത്. ജിൻഡോ അത് പറയാനുള്ള റീസൺ മറ്റൊന്നുമല്ല, തുടക്കകാലത്ത് അതായത് സെക്കൻഡ് വീക്കിൽ എനിക്ക് അവിടെ ഡാൻസ് ഒക്കെ കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ ക്ലാസിക് ഡാൻസ് എന്നെ കൊണ്ട് ഒട്ടും കളിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷെ എന്നെ കൊണ്ട് അത് പഠിപ്പിച്ച് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അതും മനോഹരമായി. അത് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് സമ്മാനം കിട്ടി. അതിനുശേഷം മറ്റൊരു സ്പോൺസർ ടാസ്ക് വന്ന സമയത്ത് അവിടെ ഭാര്യയും ഭർത്താവുമായിട്ട് അവിടെ അഭിനയിച്ചിരുന്നു അവർ തമ്മിൽ. അതും എനിക്ക് ഫുള്ളായിട്ട് പഠിപ്പിച്ചു തന്നതും എന്നെ അതിൻ്റെ ഇതിനനുസരിച്ച് വേണ്ട സ്ഥലത്ത് എൻ്റെ കൈ മുറുകെ പിടിക്കും, വേണ്ടാത്ത സ്ഥലത്ത് വേണ്ട എന്ന് പറയും. അങ്ങനെ ചെയ്തുകൊണ്ട് എന്നെ അവിടെ പിടിച്ചു നിർത്തിയത് അപ്സരയായിരുന്നു. ആ രണ്ട് കാര്യത്തിലും എനിക്ക് കൂട്ടായി നിന്ന അപ്സരയ്ക്കാണ് എനിക്കത് കൊടുക്കാനുള്ളത്. എന്നെ അക്കാര്യത്തിൽ അത്രയും സഹായിച്ചൊരു വ്യക്തിയാണ്. എൻ്റെ തുടക്കകാലത്ത് എനിക്ക് ഇത്രയും കൂടെ നിന്ന മറ്റൊരു വ്യക്തിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ജിൻഡോ അപ്സരയ്ക്ക് കിരീടം നൽകിയത്. അപ്സര ഭയങ്കര സന്തോഷമായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്സര പറയുന്നുണ്ടായിരുന്നു, ഷോ ഇനിയും കൂടുതൽ നിന്നാൽ ഞാൻ കരഞ്ഞു പോകും എന്നൊക്കെ ചിരിച്ചുകൊണ്ട് അപ്സര അവിടെ പറയുന്നുണ്ടായിരുന്നു. ജിൻഡോയ്ക്ക് തുടക്കകാലത്ത് ആ സെക്കൻഡ് വീക്കിൽ അത്രയും പേരും പ്രശസ്തിയും കൊടുത്ത ഒരു ഡാൻസ് തന്നെയായിരുന്നു അപ്സരയ്ക്കൊപ്പമുള്ള ആ ഒരു നൃത്തം. പിന്നീട് അങ്ങോട്ട് അവിടെ ജിൻഡോയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. പക്ഷെ അപ്സരയ്ക്ക് ഇപ്പോൾ ഇത്തിരി ഡൗൺ ആണ്. അപ്സര പുറകോട്ട് പോയി. ആ തുടക്കത്തിലുണ്ടായിരുന്ന അപ്സരയ്ക്ക് പിന്നെ മുന്നോട്ട് വരാൻ സാധിച്ചിട്ടില്ല. പുറകോട്ടാണ് പോകാനായിട്ട് പറ്റിയത്. പക്ഷേ ജിൻഡോയെ സംബന്ധിച്ചിടത്തോളം ജിൻഡോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വച്ചടി കയറ്റായിരുന്നു. പിന്നെ പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥ ജിൻഡോയ്ക്ക് വന്നിട്ടില്ല.